സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് ഇവരെ കഥ? ചേച്ചിന്റെ വയസ്സ് ഞാൻ ചോദിക്കില്ല, മോശമല്ല. ഇവര് യൗവനത്തിലേ കിടക്കുകയാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് എൻ്റെ നാട്ടിൽ തന്നെയാണ്, കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി മാർക്കറ്റിൽ. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന. ഇത് മറ്റൊരാളാണ്, വിജയേട്ടൻ. റിട്ടയർമെൻറ്റിന് ശേഷം കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സഹായിക്കുക ചേച്ചിയുണ്ട്. ചേച്ചീൻ്റെ പേരെന്തായിരുന്നു? സരസ്വതി. ചേച്ചിയുടെ പേര് സരസ്വതി. ഇത് വിജയേട്ടൻ. ഇവർ എത്ര വർഷമായി ചെയ്യുന്നത് നിങ്ങളിവിടെ കൃഷി? 15 വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ റിട്ടയർഡ് ആയല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ്? BSNL എന്തായിരുന്നു? ഓക്കെ, JTO അല്ലേ? ഉറക്കെ പറയാമോ? ഓക്കെ. ആൻഡ് നമുക്ക് ഇവരെ കൃഷി അനുഭവങ്ങളെ പറ്റി പറയാം. 14 വർഷമായി ചെയ്യുന്ന അവർ പറഞ്ഞു. അപ്പം ഇവരെ കൃഷി അനുഭവങ്ങളെ പറ്റി ഒന്ന് ചോദിക്കാം. എങ്ങനെ കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യം വരാൻ കാരണം? താല്പര്യം ആദ്യം വളരെ ചെറുപ്പം മുതൽക്ക് എനിക്ക് കൃഷി ചെടികൾ വളർത്തി അതിൻ്റെ കായ് ഉണ്ടായെന്നൊക്കെ കാണാൻ വലിയ താല്പര്യം അല്ലേ? അല്ല, നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ കൃഷി ഉണ്ടോ? ഓ, വീട്ടിൽ അത്യാവശ്യം കൃഷി ഉണ്ടല്ലേ? ശരി. ഇങ്ങനത്തെ ഇതൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? നാളികേരുണ്ട്, തെങ്ങാണ് കാര്യമായിട്ട്. ഇങ്ങനെ കോളിഫ്ലവർ പിന്നെ ക്യാബേജൊക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ പ്രത്യേകത. പിന്നെ വേറെ കരിമ്പൊക്കെ ചെയ്യുന്നുണ്ട്, കരിമ്പ് കൃഷി. അതുകൂടാതെ ബ്രൊക്കോളി. പിന്നെ അത് കൂടാതെ നിങ്ങൾ പൈനാപ്പിൾ ചെയ്യാറില്ലേ? പൈനാപ്പിളൊക്കെ അവിടെ ഒരുപാട് കുഴിച്ചിട്ടുണ്ട്. അതാണ് വലിയ പ്രത്യേകത. ഓക്കെ, അപ്പം ഇവിടെ വല്ല കൃഷിയൊന്നും കാണാം, വല്ല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം. വിജയേട്ടൻ, സരസ്വതി. അപ്പം നിങ്ങളെ കൃഷി അനുഭവങ്ങളൊന്ന് പറയാമോ? കൃഷിയോട് ജൈവ കൃഷിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. യാതൊരുവിധ രാസവളം ഉപയോഗിക്കാറില്ല. ഇവിടെ രാവിലെ വന്ന് വൈകുന്നേരം 2 മണിക്കൂർ പണിയെടുക്കും. അതിൽ മിച്ചം ഉണ്ടാകുന്നത് കുറച്ചൊക്കെ വിൽക്കും, ആളില്ലാത്തത് ബാക്കിയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ആ ജൈവ കൃഷീൻ്റെ ആ ടേസ്റ്റ് മനസ്സിലായിടത്തോളം വീണ്ടും മറ്റേ പച്ചക്കറികളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതെല്ലാം രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് പുറത്തുള്ള പച്ചക്കറികളൊന്നും ഒരു ഉപയോഗശൂന്യമായി തോന്നുന്നില്ല, ഗുണമില്ല. അപ്പോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി രണ്ടും നിങ്ങൾക്ക് നല്ല ഒരു ഉന്മേഷം തരുന്നുണ്ട്. ഇതിൽ കീടങ്ങളാണ് വലിയ ശത്രു. കീടങ്ങളെ കൊണ്ട് അതിന് ജൈവ കീടനാണ് ഈ ഗോമൂത്രവും കാന്താരി മുളകും ഒക്കെ മിക്സാക്കിയിട്ട് അടിച്ചാലാണ് കുറേ ഇതുള്ളത്. വാങ്ങുന്ന വളത്തിനേക്കാളും അത് ഗോമൂത്രം സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് പമ്പ് ചെയ്തിട്ട് അടിച്ചാൽ കുറേ ശ്രമിക്കും. പലവിധ കീടങ്ങളുണ്ട്. എല്ലാ കീടത്തിലും ഇത് എടുക്കും. പിന്നെ മത്തി കഷായം പറഞ്ഞിട്ട് മത്തി ശർക്കര മിക്സാക്കിയിട്ട് ഫിഷമിനോ. നിങ്ങളവിടെ ഒരു ഫാർമേഴ്സ് ട്രെയിനിങ് സെന്റർ ഉണ്ട്, അവിടെ പോകാറുണ്ട്? അവിടെ ഒരു 3 പ്രാവശ്യം പോയിട്ടുണ്ട്. കോഴ്സിന് പോയിട്ടല്ലേ? കൃഷിയൊക്കെ നന്നായി പഠിപ്പിച്ചെന്നവരല്ലേ? അവിടെ നല്ലോണം പഠിപ്പിക്കുന്നു, ശാസ്ത്രീയമായിട്ട്. അല്ല, പല പിന്നെ ഒരു വ്യക്തിപരമായ ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ വളരെ ചെറുപ്പക്കാരനായിരിക്കണ്ടല്ലോ, ഇപ്പം എത്ര വയസ്സായി? 82 വയസ്സായി. 82 വയസ്സിൽ ഈ കൃഷി 14 വർഷം ചെയ്യുന്നതുകൊണ്ടാണോ നിങ്ങൾ ചെറുപ്പക്കാരായി നിൽക്കുന്നത്? അതെ, ഡെയിലി ഒരു ദിവസം ചെയ്തില്ലേ ഒരു ഉഷാറുണ്ടാവില്ല. അങ്ങനെ അദ്ദേഹം അയക്കുന്നതോട് അയച്ചിട്ടുണ്ട്. ചേച്ചീൻ്റെ വയസ്സ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസം വരാറുണ്ടോ? ദിവസമൊന്നും വരില്ല, ഇപ്പോൾ അസുഖമായതുകൊണ്ട് പിന്നെ കുറച്ച് ഒരു അസുഖം ഇവിടെ കാണാറില്ലല്ലോ. ആക്സിഡന്റ് ഒരു കൊല്ലം ബ്രേക്കായി. പിന്നെ മക്കളൊക്കെ എന്താ ചെയ്യുന്നു? മക്കള് മൂത്ത മകൻ ആർമിയിൽ ഓഫീസറാണ്, രണ്ടാമത്തെ മകൻ കനറ ബാങ്കിൽ മാനേജറാണ്. ഞങ്ങൾക്ക് വേണ്ട ഒരുവിധം മിക്കവാറും പച്ചക്കറികൾ, ഉരുളക്കിഴങ്ങ്, ഉള്ളിയൊക്കെ അല്ലാത്ത ഒരുവിധം പച്ചക്കറികളേക്കാൾ ഇവിടെ നിന്ന് ഉണ്ടാക്കും. വെണ്ടൻ്റെയൊക്കെ ടേസ്റ്റ് വളരെ നല്ല ഗുണമാണ്. പയർ അതേമാതിരി നമ്മൾ ഉണ്ടാക്കുന്ന പയർ കഴിച്ചാൽ വേറെ പയർ കഴിക്കാൻ തീരെ ഇഷ്ടപ്പെട്ടില്ല. ചാണകപ്പൊടി, വെണ്ണീർ, കടലപ്പിണ്ണാക്ക്, ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജൈവ വളങ്ങളാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണോ? എനിക്ക് ഈ ആശയം തുടങ്ങിയത് തന്നെ ഇവിടെ ഞങ്ങൾ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ ആളിങ്ങനെ പറിച്ചു കൊണ്ടുവരുന്നു വെക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഒത്തിരി സ്ഥലം കിട്ടിയാൽ നമുക്ക് കഴിഞ്ഞല്ലോ അത്. അങ്ങനെയാണ് തുടക്കം. പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അപ്പോഴാണ് ബാങ്കിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല സന്തോഷമായി എന്നപ്പോൾ അങ്ങനെ ഇറങ്ങിയത് ഇതിലേക്ക്. തുടക്കത്തിൽ ഒരുപാട് ആളുണ്ട്. ഒരുപാട് ആളുണ്ട്, ഇനി എല്ലാവരും പോയില്ലേ? ഞങ്ങൾക്ക് അറിയുന്ന കാര്യം. ഞാനിവിടെ കൃഷിക്കാരനാണ്, ഞാൻ കുറെ കൃഷി ചെയ്തിരുന്നു. പിന്നെ എനിക്ക് ചില കുറെ ഫാമിലി മാറ്റേഴ്സ് കാരണം ഞാൻ മാറി നിന്നാണ്. ഇവിടുത്തെ വലിയ ശത്രു വെള്ളപ്പൊക്കമാണ്. ഇതൊരു വയൽ പ്രദേശമാണ്. പണ്ട് കാലത്ത് വയലായിരുന്നു, മണ്ണിട്ട് തോന്നാണ്. ഒരാളെ കാര്യത്തിലൊക്കെ വെള്ളം നിൽക്കുന്ന സ്ഥലം. പിന്നെ വെള്ളം
പോയി കഴിഞ്ഞിട്ടേ പിന്നെ ഇറക്കാൻ പറ്റുള്ളൂ അല്ലേ. 2 മാസം ഐഡിയലായിട്ട് വെറുതെ ഇരിക്കേണ്ടി വരും. ആ സമയത്ത് വെള്ളം ചെടിയുടെ മേലെ നിന്നോളും. അപ്പൊ അതുവരെ ഉണ്ടാക്കിയ കൃഷികളൊക്കെ അങ്ങനെ എന്നാലും മികച്ച ഫലം ഉള്ള സമയത്ത് ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് നല്ല വരുമാനം കിട്ടിയ സമയമുണ്ട്. ഇപ്പം പിന്നെ അത്യാവശ്യം ചെറിയ തോതിലുള്ളൂ, ഇനി കായ് വരുന്നുള്ളൂ. ഇപ്പൊ വെള്ളം അപ്പൊ ഞാൻ ഇറങ്ങിയേരിയപ്പോ ഇത്തിരി ഇന്നൊക്കെ തുടങ്ങിയത് ഓവർടേക്ക് ചെയ്ത് മറികടന്നു. ഹെൽപ്പില്ല നിങ്ങളെ മെയിൻ ഇന്ധനം ഏച്ചിയാണ്. ഞാൻ ഇറങ്ങിയപ്പോ ഓരോന്ന് പൊന്തി വരുന്നത്. അല്ല ഒരാൾ മാത്രമായാലും അവിടുന്ന് നനച്ചു കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകാൻ തോന്നും. ഇങ്ങനെ ഒരു മടിയാണോ? മടിയുണ്ടോ? എനിക്ക് മടിയൊന്നും മടിയില്ല. എടുക്കുമ്പോ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഒറ്റക്കായിപ്പോയി, കുറെ നാൾ ഒറ്റക്കായിപ്പോയി. സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട് ഇവരെ കഥ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ചേച്ചിക്ക് കൃഷിയോട് ഭയങ്കര ക്രൈസാണ്, ഭയങ്കര ആഗ്രഹമാണ്, അതിയായ ആഗ്രഹമാണ് കൃഷി ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ദിവസം വരുന്നത്. ചേച്ചിന്റെ വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, മോശമല്ല. 82 ഉണ്ടോ? വൃദ്ധ ദമ്പതികൾ, വൃദ്ധാവസ്ഥ പറയാൻ ഇവര് യൗവനത്തിലേ കിടക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ ശരി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ശരി.